ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ. കുറച്ച് റിംഗ് നോട്ട് ഫ്ലവേഴ്സൊക്കെ വരുന്ന ഒരു ഡിസൈനാണ്. അപ്പം കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പേപ്പറിൽ ഞാൻ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ നമ്മുടെ ഒരു ഷോൾഡർ പോർഷനിൽ അത്യാവശ്യം തിക്കായിട്ടും ഒരു സൈഡിലോട്ട് വരുമ്പോൾ സ്പ്രെഡിങ് ആയിട്ട് നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാനിവിടെ ഷോൾഡർ എടുത്തേക്കുന്ന ഒരു 3.25 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ 3.25 ഇഞ്ചിലും അത്യാവശ്യം നല്ല തിക്കായിട്ട് ഈ ഒരു ഭാഗം വരെ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് വരെയും കണ്ടോ നമ്മൾ ഈ സൈഡിലോട്ട് പോകുമ്പോൾ സ്പ്രെഡിങ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന ഭാഗത്ത് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവറും സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇത് സ്പ്രെഡിങ്ങിൻ്റെ ഇടയ്ക്കും ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നമ്മുടെ മെറ്റീരിയലിലേക്ക് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷോൾഡർ എടുത്തേക്കുന്ന 3.25 അപ്പോൾ ആ ഷോൾഡർ പോർഷൻ ഫുള്ള് നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിലേക്ക് വരുമ്പോൾ സ്പ്രെഡിങ്ങുമായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്കിതുപോലെ 2 കളർ ത്രെഡ് വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾ വലുപ്പമുള്ള നീഡിലും എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ്. അപ്പം ബ്ലാക്ക് കളർ നോർമൽ സ്വിങ് ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് നീഡിൽ വേണം, 2 കളർ ത്രെഡ് വേണം, ഗോൾഡൻ ബീഡ് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ ഈ 2 കളർ വെച്ചിട്ട് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം നീഡിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് പതിയെ താഴേട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി ലൂസായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോഴേ കറക്റ്റ് നമുക്ക് ആ നോട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് എല്ലാ റിംഗ് നോട്ടും ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഷോൾഡർ പോർഷനിൽ വരുമ്പോൾ ഇതുപോലെ തിക്കായിട്ടും പിന്നെ നമ്മളൊരു സൈഡ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഇതുപോലെ സ്പ്രെഡിങ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്പേസുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഓരോ ഗോൾഡൻ ബീഡ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മാത്രമല്ല നമ്മളിവിടെ തിക്കായിട്ട് ചെയ്തിട്ടുള്ള പോർഷനില്ലേ അവിടെയും ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ നമുക്കിതുപോലെ ഗോൾഡൻ ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ റിംഗ് നോട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടോ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. 2 കളർ ത്രെഡ് വെച്ചിട്ട് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ് ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ ഒരു സൈഡ് ഫുള്ളും അത്യാവശ്യം തിക്കായിട്ട് തന്നെ ചെയ്യുക. ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് ഗോൾഡൻ ബീഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ സ്പ്രെഡിങ് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് സ്പ്രെഡിങ് പോലെ നമ്മൾ ഇതുപോലെ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.